Good evening. നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബ്ലോക്ക് 1 അമേരിക്കൻ ലിറ്ററേച്ചർ. സോ ഇതിൽ നമുക്ക് 4 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. അതിലാദ്യം അമേരിക്കൻ ഡ്രാമ എന്താണ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു യൂണിറ്റാണ്. പിന്നീട് ആർതർ മില്ലറുടെ ഓൾ മൈ സൺസ് എന്നുള്ള ഒരു പ്ലേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. So American drama and its history, that is what we are dealing with in the first unit. Okay. അപ്പോൾ അമേരിക്കൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെയും ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. പക്ഷേ ഇന്ത്യയെ കോളനി ആക്കിയതുപോലെ തന്നെ ബ്രിട്ടന്റെ ഒരു കോളനി ആയിരുന്നു അമേരിക്കയും. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് നമുക്ക് അമേരിക്കൻ ലിറ്ററേച്ചറിൽ കാണാൻ വേണ്ടി സാധിക്കും. എസ്പെഷ്യലി ഡ്രാമ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻട്രൊഡക്ടറി പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 1.1 അമേരിക്കൻ കോളനികളിലാണ് ഈ ഒരു അമേരിക്കൻ ഡ്രാമയുടെ തുടക്കം എന്ന് പറയുന്നുണ്ട്. കോളനികൾ എന്ന് പറയുമ്പം ഏർലി സെറ്റിലേഴ്സ്, നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷ് റൂളിന് കീഴിലായിരുന്നു അമേരിക്കൻ സൊസൈറ്റി. അപ്പം അവരുടെ കോളനി മീൻസ് ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്കിടയിൽ 17th സെഞ്ചുറി 17ാമത്തെ നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പം 1600-കൾ ആണ് കേട്ടോ. 1600-ന് ശേഷമുള്ള വർഷങ്ങളാണ് നമ്മൾ 17th സെഞ്ചുറി എന്ന് പറയാം. അവിടെ മുതൽ അമേരിക്കൻ ഡ്രാമ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഡെവലപ്മെന്റ് ഇന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ മേജർ പോയിന്റ് 18ാമത്തെ നൂറ്റാണ്ടിലും 19ാമത്തെ നൂറ്റാണ്ടിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പം ഷേക്സ്പിയർ, ബെൻ ജോൺസൺ തുടങ്ങിയിട്ടുള്ള എഴുത്തുകാരുടെ വർക്കിന്റെ ഇൻഫ്ലുവൻസ് ഒരുപാട് നമുക്ക് അമേരിക്കൻ ലിറ്ററേച്ചറിൽ, അമേരിക്കൻ ഡ്രാമയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു യൂണീക്നെസ് ഇപ്പോഴും അമേരിക്കൻ പ്ലേസിന് വന്നിട്ടില്ല ടിൽ ദി 18th and 19th സെഞ്ചുറി. 1910 വരെ ന്യൂയോർക്ക് സിറ്റി തിയേറ്ററിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ബ്രിട്ടീഷ് പ്ലേസ് ആണ് അമേരിക്കൻ പ്ലേസിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ആ കാലത്ത് അമേരിക്കൻ ആക്ടേഴ്സിനെ പോലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആക്ടേഴ്സിനെ പോലെ, ബ്രിട്ടീഷ് എഴുത്തുകാരെ പോലെ അവൈലബിലിറ്റി അമേരിക്കൻ എഴുത്തുകാർക്ക് ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അമേരിക്കൻ എഴുത്തുകാരില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈവൻ 1910 വരെ കൂടുതൽ ബ്രിട്ടീഷ് പ്ലേസ് പ്രചാരത്തിൽ തരാനുള്ള കാരണം എവിടെ? അമേരിക്കയിൽ. ഓക്കെ. പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് 1830 കൂടിയാണ് ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു ഡൈവേർജൻസ് ബ്രിട്ടീഷ് പ്ലേസിൽ നിന്ന്, അതായത് നമ്മളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ഇല്ലാതായി മാറിയത് ഒരു 1830s ശേഷമാണെന്നാണ് പറയുന്നത്. കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഡേറ്റ്, അതായത് അമേരിക്കൻ പ്ലേ എന്ന് പറയാവുന്നത് യൂജീൻ ഓണൽ 1920s ശേഷം എഴുതിയിട്ടുള്ള വർക്കുകളാണ്. യൂജീൻ ഓണൽ എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്കൻ എഴുത്തുകാരനാണ്. വേൾഡ് വാർ 1 ശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകൾ ആ ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ 1920s ശേഷമുള്ള ഒരു കാലഘട്ടമാണ് അമേരിക്കൻ ഡ്രാമാസ്, അല്ലെങ്കിൽ ഒറിജിനൽ അമേരിക്കൻ ഡ്രാമാസ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ മുന്നേ ഒക്കെ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഒരുപാട് അധികം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. അതിനുശേഷമാണ് റിയലിസം, മെലോഡ്രാമ, റേസ്, ജെൻഡർ, സെക്ഷുവാലിറ്റി
ഇതിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പ്ലേസ് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത് അമേരിക്കൻ ഡ്രാമ ആൻഡ് ഇറ്റ്സ് എവല്യൂഷൻ അറൌണ്ട് ആർതർ മില്ലർ. സോ ബിഗിനിങ്സ് ഓഫ് അമേരിക്കൻ ഡ്രാമ. അമേരിക്കൻ ഡ്രാമ എവിടെ തുടങ്ങി, എങ്ങനെ തുടങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം ഏർലി സെറ്റിലേഴ്സ്, അമേരിക്കയിലുള്ള ഏർലി സെറ്റിലേഴ്സ് അവര് ഇത്തരം ലിറ്ററേച്ചറിലോ ഡ്രാമയിലോ ഫോക്കസ് ചെയ്യാത്തവരായിരുന്നു. റീസൺ എന്താന്ന് വെച്ചാൽ പുതിയൊരു ലാൻഡിലാണ് അവർ വന്നിട്ടുള്ളത്, പുതിയൊരു ലാൻഡാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവിടെ തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് പ്രൈം കൺസേൺ. സോ ദേ വർ നോട്ട് ബോതേർഡ് അബൌട്ട് ദീസ് ഡ്രാമാസ് ആൻഡ് ഈവൻ ലിറ്ററേച്ചർ. ഓക്കെ, എങ്കിൽ കൂടി 1600s ശേഷം ആദ്യത്തെ തിയേറ്ററിക്കൽ പെർഫോമൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വർക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്, എ ബെയർ ആൻഡ് എ കബ്, വിച്ച് വാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1665. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ തിയേറ്ററിക്കൽ പെർഫോമൻസ് ആയിട്ട് വന്നിട്ടുള്ള നാടകം, എ ബെയർ ആൻഡ് എ കബ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിന് മുന്നൊക്കെ നമ്മൾ പറഞ്ഞു ജീവിത സാഹചര്യത്തിൽ ഉള്ള ഫോക്കസ് കാരണം അവരെന്ത് ചെയ്തിട്ടില്ല, ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ ഇത്തരം ഡ്രാമ, പ്ലേ തുടങ്ങിയിട്ടുള്ള ആസ്പെക്ട്സിൽ ഫോക്കസ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. സോ അത്തരമൊരു നാടകം അവർ എഴുതുകയും പെർഫോം ചെയ്യുകയും ചെയ്ത കാലഘട്ടങ്ങളിൽ തന്നെയാണ് ഈ ഒരു അമേരിക്കൻ ആക്ടേഴ്സിന്റെ ഫോർമേഷൻ സംഭവിക്കുന്നത്. അതായത് നമുക്കറിയാം അതിന് മുന്നേ ഉള്ളത് ബ്രിട്ടീഷ് നാടകങ്ങളും ബ്രിട്ടീഷ് ആക്ടേഴ്സുമാണ്. അമേരിക്കൻ ആക്ടേഴ്സിന്റെ ഒരു തുടക്കം കൂടി ഈ ഒരു 1665 തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ ഇവരെ ഫേസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് 18ാമത്തെ നൂറ്റാണ്ടിലുള്ള കോളനികള് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ ഫോർബിഡിങ് ദി പെർഫോമൻസ് ഓഫ് പ്ലേസ്, നാടകങ്ങൾ കളിക്കുന്നത് നിർത്തലാക്കുക. കാരണം നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയിലെ 2 വിഭാഗക്കാരാണുള്ളത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്, ഓർത്തഡോക്സും പ്യൂരിറ്റൻസും. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് പ്യൂരിറ്റൻസിനാണ്. പ്യൂരിറ്റൻസ് എന്ന് പറയുമ്പം ചേർച്ച് അല്ലെ, റിലീജിയൻ ആണ് അന്ന് ഏറ്റവും പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ടൂള്. അപ്പം റിലീജിയൻ, ചേർച്ച് ഒക്കെ പറയുന്നതാണ് ആ നാട്ടിലെ നിയമം. അപ്പൊ ചേർച്ച് എന്ത് ചെയ്തു, ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നു. അക്കോർഡിംഗ് ടു ബൈബിൾ, ഡാൻസിങ് ആൻഡ് എനാക്ടിങ് ഓഫ് പ്ലേസ് ആർ നോട്ട് അലൗഡ്. ബൈബിൾ പ്രകാരം ഡാൻസിങ്ങോ എനാക്ടിങ് ഓഫ് പ്ലേസ്, നാടകം അഭിനയിക്കുന്നതോ അലൗഡ് അല്ല എന്നുള്ള ഒരു നിയമമാണ് പ്യൂരിറ്റൻസ് മുന്നോട്ട് വെച്ചത്. അപ്പൊ അത് വലിയ ഒരു ബ്ലോക്കായിരുന്നു അമേരിക്കൻ ഡ്രാമയ്ക്ക് ഉണ്ടാക്കിയത്. സെക്കൻഡ് പോയിന്റ്. എന്നാൽ ഇത്തരമൊരു റെസ്ട്രിക്ഷൻ ഒരുപാട് കാലം നിലനിന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. പുതിയ കൾച്ചറൽ ബിഗിനിങ്സിനൊക്കെ വേണ്ടിയിട്ടാണ് അന്നത്തെ സമൂഹം കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നൽകിയത്. എന്ന് പറയുമ്പോൾ പ്യൂരിറ്റാൻസ് മുന്നോട്ട് വെച്ച ആശയത്തെ അവരപ്പടി സ്വീകരിച്ചിട്ടില്ല. പകരം അവര് യൂണിവേഴ്സിറ്റികളിൽ അവരുടെ കുട്ടികൾക്ക് കൂടുതൽ പെർഫോമൻസും അല്ലെങ്കിൽ കൂടുതൽ കോമ്പീറ്റൻസും പെർഫോമൻസും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 17th സെഞ്ചുറിയിലുള്ള കോളേജസ് ഇത്തരം തിയേറ്ററിക്കൽ ആക്ടിവിറ്റികളും അതേപോലെ ഒറേറ്ററി സ്കിൽസ്, സ്പീച്ച് സ്കിൽസ് ഒക്കെ കുറെ കൂടി അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്, പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ദേ വർ ഇൻ സപ്പോർട്ട് ഓഫ് ദീസ് തിയേറ്ററിക്കൽ ആക്ടിവിറ്റി. അതായത് ഇത്തരമൊരു റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ കൂടി മറ്റൊരു വിഭാഗം, മെജോറിറ്റി വരുന്ന
കോളനി സമൂഹം, കോളേജുകളിലൊക്കെ ഇത്തരം ആക്ടിവിറ്റികൾ പ്രൊമോട്ട് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് 1774 ആൻഡോറോബോറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ വന്നിട്ടുണ്ട്. അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് എഴുതിയിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് ഹണ്ടർ. ഈ ഒരു പ്ലേ ആണ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഡെവലപ്മെന്റിന് വേണ്ടി നാടകങ്ങൾ ഉപകരിക്കും എന്ന് അഭിപ്രായപ്പെട്ടതിനോട് യോജിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള ആദ്യത്തെ നാടകമാണ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് എല്ലാം എന്താ പറയുക, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇത്തരം നാടകങ്ങളിലൂടെ അവർക്ക് എക്സ്പോഷർ കിട്ടിയാൽ എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പ്ലേ ആണ് ആൻഡോറോബോറോസ്. അത് 1774 ഫസ്റ്റ് പ്ലേ. ഓക്കെ, ആദ്യത്തെ നാടകം നമ്മൾ പറഞ്ഞു അത് 1665 അതിന് ഇത്തരത്തിലുള്ള റിക്വയർമെന്റ്സോ കാര്യങ്ങളൊന്നുമില്ല. സോ ആൻഡോറോബോറോസ് എന്നുള്ള ഈ ഒരു പ്ലേ പിന്നീട് അങ്ങോട്ടുള്ള 2 സെഞ്ചുറികൾ, 2 നൂറ്റാണ്ടുകളോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു നാടകമായിരുന്നു. കാരണം അതൊരു പൊളിറ്റിക്കൽ സറ്റയർ ആയിരുന്നു. പൊളിറ്റിക്കൽ സറ്റയർ എന്ന് പറയുമ്പം രാഷ്ട്രീയ ആക്ഷേപഹാസ്യ നാടകം. അത്തരത്തിലുള്ള നാടകങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് അമേരിക്കൻ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള നാടകങ്ങൾ. അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ സറ്റയേഴ്സ് ആയിരുന്നു. അതിന്റെ ഒരു തുടക്കം എന്ന് പറയാൻ നമുക്ക് ആൻഡോറോബോറോസ്, which was published in 1774 and written by Robert Hunter. He was an English governor. Okay, this was an attack on his political enemies and it is considered as a political satire. So ഇത്തരമൊരു ട്രെൻഡ്, അതായത് പൊളിറ്റിക്കൽ സറ്റയർ രൂപേണ എഴുതപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രധാന നാടകങ്ങളാണ് ദ പാക്സ്റ്റൺ ബോയ്സ്, ദ ട്രയൽ ഓഫ് അറ്റിക്കസ്, ദ കാൻഡിഡേറ്റ്സ് ഓഫ് ദി ഹ്യൂമറസ് ഓഫ് എ വിർജീനിയ ഇലക്ഷൻ. ഇതൊക്കെ 18th സെഞ്ചുറി എന്ന് പറയുമ്പം 1700-കളിൽ എഴുതപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകളാണ്. അതിൻ്റെയൊക്കെ തീം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സറ്റയർ, ആക്ഷേപഹാസ്യം, രാഷ്ട്രീയ ആക്ഷേപഹാസ്യ രൂപേണ എഴുതിയിട്ടുള്ള വർക്കുകളാണ്. ഇതിലേതെങ്കിലും 1-2 ഒക്കെ പഠിച്ചു വെക്കണേ. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ദ അമേരിക്കൻ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പ്രൊഫഷണൽ ആക്ടേഴ്സിന്റെ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പേര് അമേരിക്കൻ കമ്പനി എന്നാണെങ്കിൽ കൂടി അതിലുള്ള ആക്ടേഴ്സ് ബ്രിട്ടീഷ് പ്രൊഫഷണൽസ് ആണ്. എന്ന് പറയുമ്പം ബ്രിട്ടനിൽ നിന്നുള്ള ആക്ടേഴ്സ് ആണ്. അവര് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് നാടകം സ്റ്റേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. മുന്നേ അവിടെ പെർഫോം ചെയ്യുന്നതും അതേപോലെ എഴുതപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള നാടകങ്ങൾ പ്രൊഫഷണൽ ടച്ച് ഉള്ളവയല്ല. എന്ന് പറയുമ്പം ഈ സ്റ്റേജ് സെറ്റിംഗ് ആയാലും അതിൻ്റെ പ്രോപ്സ് ആയാലും ഒക്കെ ആ ഒരു പൂർണ്ണതയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു അമേരിക്കൻ കമ്പനി എന്ന ഈ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൊഫഷണൽ ആക്ടേഴ്സ് ഫോം ചെയ്തിട്ടുള്ളതാണ്. അവര് 1750s 1760s ഒക്കെയാണ് ഇത്തരം നാടകങ്ങൾ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. മീൻസ് പ്രൊഫഷണലി നാടകങ്ങൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയിൽ. അത്തരത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ പ്രൊഫഷണൽ നാടകമാണ് ദ പ്രിൻസ് ഓഫ് പാർത്തിയ, which was staged in 1767. It was a tragedy written by Thomas Godfrey. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. പ്രൊഫഷണൽ നാടകമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ദ പ്രിൻസ് ഓഫ് പാർത്തിയ ആണ്. മേലെ പറഞ്ഞിട്ടുള്ളതൊന്നും എന്തല്ല, പ്രൊഫഷണൽ നാടകങ്ങളല്ല. സോ ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
നൗ അടുത്തത് പറയുന്നത് അമേരിക്കൻ റവല്യൂഷന്റെ സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അമേരിക്കൻ റവല്യൂഷൻ മീൻസ് അവരുടെ ഫ്രീഡത്തിന് വേണ്ടി ബ്രിട്ടീഷേഴ്സിനോട് പോരാടിയിട്ടുള്ള അമേരിക്കക്കാരുടെ പോരാട്ടത്തെയാണ് അമേരിക്കൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. വിച്ച് വാസ് happened in 1775 to 1783. Okay, so during this time many professional actors moved to Jamaica. അപ്പം ഈ ഒരു പ്രൊഫഷണൽ ആക്ടേഴ്സ് എന്ത് ചെയ്തു, ജമൈക്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും ഈ ഒരു ടൈമിൽ ഈ ഒരു സ്ട്രഗിളിന്റെ സമയത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് വന്നിട്ടുള്ള നാടകങ്ങളുടെ പ്രത്യേകത അഗെയിൻ they were satirical in nature. Satirical എന്ന് പറയുമ്പോൾ ആക്ഷേപഹാസ്യ രൂപേണ വന്നിട്ടുള്ള നാടകങ്ങളാണ്. either supporting the British rule or opposing it. അതില് ദ ബാറ്റിൽ ഓഫ് ബ്രൂക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകത്തെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതില് പ്രധാനമായിട്ടും നടക്കുന്നത് ജോർജ് വാഷിംഗ്ടൺ, മേഴ്സി ഓട്ടിസ് വാരൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളെ വിമർശിക്കുന്ന രീതിയിലാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ടത് അമേരിക്കൻ റവല്യൂഷൻ എന്നുള്ളത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു ഘടകമായിരുന്നു അമേരിക്കൻ ഡ്രമാറ്റിക് ഹിസ്റ്ററിയിൽ. അപ്പം കുറെ ആക്ടേഴ്സ് എന്ത് ചെയ്തു, മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് പുറത്തു വന്നിട്ടുള്ള നാടകങ്ങളുടെ പ്രത്യേകത ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൺട്രോളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഓപ്പോസ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടും എഴുതിയിട്ടുള്ള നാടകങ്ങളാണ്. they were satirical in nature. അത്തരം ഒരു നേച്ചറിൽ വന്നിട്ടുള്ള കുറച്ച് പ്ലേസിന്റെ പേര് പറയുന്നുണ്ട്. ദ ഒഡേറ്റോ, ദ ഡിഫീറ്റ്സ്, ദ ഗ്രൂപ്പ്, ദ ബ്ലാക്ക് ഹെഡ്സ്, ദ പാട്രിയോട്സ്. അതിൻ്റെയൊക്കെ ഡേറ്റും ആ പേരും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് അടുത്ത പോയിന്റായിട്ട് നോക്കാനുള്ളത് ഈ ജമൈക്കയിലേക്ക് പോയിട്ടുള്ള ആക്ടേഴ്സ് എല്ലാം തിരികെ വരുന്നുണ്ട് ഇൻ ദി മിഡിൽ 1780s. ഈ സമയത്ത് ആണ് നമ്മളുടെ അമേരിക്കയുടെ വിക്ടറി നടക്കുന്നത്. 1783 ബ്രിട്ടീഷ് കൊളോണിയൽ പവറിനെതിരെ അമേരിക്ക വിജയിക്കുന്നത്. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് റോബർട്ട് ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേ റൈറ്റിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹമാണ് അമേരിക്കൻ ചരിത്രത്തിലുള്ള സ്വതന്ത്രനായിട്ടുള്ള ഏക അല്ലെങ്കിൽ അമേരിക്ക സ്വതന്ത്രമായതിനു ശേഷം എഴുതിയിട്ടുള്ള ആദ്യത്തെ നാടകം ദ കോൺട്രാസ്റ്റ്. 1787 അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഓതറാണ് റോബർട്ട് ടൈലർ. സോ അദ്ദേഹമാണ് റോബർട്ട് ടൈലർ വാസ് ദ ഫസ്റ്റ് പ്ലേ റൈറ്റ് ഓഫ് ദ നേഷൻ. 18ാമത്തെ നൂറ്റാണ്ടിൽ ഏറ്റവും തികഞ്ഞ ശൈലിയിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ സ്വതന്ത്ര അമേരിക്കയിലെ ഡ്രമാറ്റിസ്റ്റ് ആണ് റോബർട്ട് ടൈലർ. അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേര് ദ കോൺട്രാസ്റ്റ്, 1787. ദാറ്റ് ഈസ് അഗൈൻ ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആ ഒരു വർക്ക് ഒരു 5 ആക്ട് കോമഡി ആയിരുന്നു. അത് അപ്പർ ക്ലാസിന്റെ ഇത്തരമൊരു ക്ലാസ് ഡിഫറൻസിനൊക്കെ സെറ്ററൈസ് ചെയ്തിട്ട് മീൻസ് വിമർശിച്ചുകൊണ്ട് ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കായിരുന്നു ദ കോൺട്രാസ്റ്റ് എന്നത്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് തോമസ് ഷെറിഡന്റെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ്. 1777 1777 ഷെറിഡൻ എഴുതിയിട്ടുള്ള ഈ ഒരു കോമഡി അതുകൂടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ. ഓക്കെ.